ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിയാം ബലികളണച്ചിടുവിൻ കർത്താവിനു പ്രിയരേ നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി കർത്താവിനെ വന്ദിച്ചിടുവിൻ പാവനമായി പഹായിൻ മുൻപിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ബാറയ്ക്കുമോടണം ഭാഗ്യ വായിക്കപ്പെടുന്ന കർത്താവിശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയമല്ലേ ദൈവത്തിന്റെ ജീവവചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. സ്പർശോ മഹ്യോനിസോമൻ ലുക്കോ മർസായോ മഹർസോനോ വല്ലവനും വരവാതിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്ന കല്ലിൽ മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയമടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. അവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്നും വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും അവിടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ന് എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകുകയില്ല. പീഡനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും.
ഹുസൈനോ ശ്ലോമോ കാലാന്തി മയ്യൽ സമയം നാഥൻ വരുമേ, കാണാറാകും താനപ്പോൾ മേഘത്തിനുള്ളിൽ ശോഭിക്കും കുരിശടയാളം നാനാദിശയിൽ. തന്മുൻവരുമേ ഗോത്രങ്ങൾ വിധിയേൽപ്പാനായി, മോദിക്കും നിബിയർ ശ്ലീഹന്മാർ. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്ലേശിച്ചിടും ദുഷ്ടന്മാർ കാവ്യൻ മാരഖിലം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ ദിവസം സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ദിവസമാണ്. ആരാധനാക്രമ മത്സരമനുസരിച്ച് സ്ലീബാകാലം ഇന്നു മുതൽ ആരംഭിച്ചു. പരിശുദ്ധമായ കുരിശിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പുകഴ്ചയെ സഭ മുഴുവനിലും എടുത്തു പറഞ്ഞുകൊണ്ട് ഈ കാലം ആരംഭിക്കുമ്പോൾ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ശപിക്കപ്പെട്ടവൻ്റെ അടയാളമായിരുന്ന, ശാപമായി കരുതിയിരുന്ന മരക്കുരിശ് ലോകത്തിൻ്റെ നെറുകയിൽ രക്ഷയുടെ അടയാളമായി നാട്ടപ്പെട്ട അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട ആ രഹസ്യത്തെ ധ്യാനിക്കുന്ന ദിവസമാണ് ഇന്ന്. ലോകത്തിൻ്റെ നെറുകയിൽ എവിടെ നിന്ന് നോക്കിയാലും ശ്ലീബായെ കാണാം. ആര് നോക്കിയാലും ശ്ലീബായെ കാണാം. ആരിലേക്കും ആ ശോഭ ഒളിമങ്ങാത്ത കതിരുകൾ എല്ലാ മക്കളിലേക്കും, എല്ലാ ജീവജാലങ്ങളിലേക്കും, എല്ലാ സൃഷ്ടി പരമ്പരകളിലേക്കും ഒഴുകുന്ന ആ മഹത്വം ദർശിക്കുന്ന അനുഭവമാണ് ശ്ലീബായിൽ നിന്ന്, അല്ലെങ്കിൽ രക്ഷയുടെ അടയാളമാകുന്ന കുരിശിൽ നിന്ന്, ലോകത്തിൻ്റെ നെറുകയിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുക. പൗലോസ്ലീഹ എടുത്തു പറയുന്നതിന് പ്രത്യേകമായ സാഹചര്യമുണ്ട്. ഏറ്റവും നീചമായി തഴയപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഒരുവനെ താഴ്ത്തുന്നതിന് ഏറ്റവും നല്ല മാർഗം അവൻ്റെ ചുമലിൽ കുരിശ് വെച്ചു കൊടുത്ത് അതിനുശേഷം ആ കുരിശിൽ അവനെ തറച്ചു കൊല്ലുക എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു പരിഹാസം അവന് കൊടുക്കാനില്ല. ഇതിനപ്പുറത്തേക്ക് അവൻ്റെ മേലിനി ഒരു വലിയ ലജ്ജാവഹമായ സാഹചര്യം വയ്ക്കാനില്ല. അത്രമേൽ ഹീനമായ, മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതിഭീമമായ വിധത്തിൽ അവനെ ദാരുണമായ അന്ത്യത്തിന് വിട്ടുകൊടുക്കുന്ന നീചമായ ഒരു പ്രക്രിയയായിരുന്നു കുരിശിൽ തറച്ചുകൊള്ളുക, കുരിശിൽ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നതിലൂടെ ലോകം കണ്ടിരുന്നത്. ആ പശ്ചാത്തലത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവായ യേശു മിശിഹ രക്ഷകനായിരുന്നുവെന്നും ദൈവപുത്രനായിരുന്നുവെന്നും പുറപ്പാട് പുസ്തകത്തിലൂടെ നാം കാണുന്ന മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട രക്ഷയുടെ ആ സർപ്പത്തിൻ്റെ തലയോടുകൂടിയ വടി സ്ലീബായെ സൂചിപ്പിക്കുന്നു എന്നുള്ള വലിയ ആഹ്വാനം ദൃഷ്ടാന്തീകരിക്കുന്ന സത്യത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന തിരുനാൾ കൂടിയാണ് ഈ സ്ലീബ പെരുന്നാൾ. കർത്താവിനെ കുരിശിൽ തറച്ചതോടുകൂടി, കർത്താവിനെ കുരിശിൽ തൂക്കി കൊല്ലുവാൻ ശ്രമിച്ചതോടുകൂടി ഈ കുരിശിന് ജീവൻ വയ്ക്കാൻ തുടങ്ങി.
ആ മരക്കുരിശ് ജീവന്റെ മരമായി മാറി. ആ മരക്കുരിശിൽ രക്ഷയുടെ നാദം കേട്ടു തുടങ്ങി. ആ മരക്കുരിശിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുവാൻ തുടങ്ങി. ആ മരക്കുരിശ് എല്ലാവർക്കും വലിയ ഭാരമെന്ന് തോന്നിയെങ്കിലും ആ കുരിശ് വഹിക്കാൻ എളുപ്പമുള്ളതാവുന്ന വിധത്തിലേക്ക് ആ കുരിശിൻ്റെ അവസ്ഥയിൽ ജീവന്റെ തുടിപ്പുണ്ടാകുന്നു. അത് കർത്താവായ ഈശോ മിശിഹായെ ആ കുരിശിലേറ്റി കൊല്ലുവാൻ കൊണ്ടുപോയതിലൂടെ ലഭിച്ച ഏറ്റവും വലിയ മഹത്വീകരിക്കപ്പെടുന്ന സാഹചര്യം അതാണ് ഉണ്ടായത്. എല്ലാവരും കരുതി അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരണത്തോട് മല്ലടിച്ച് ഇല്ലാതായി ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റപ്പെടുമെന്ന്. അങ്ങനെ അനേകർ അങ്ങനെ കുരിശിൽ മരിച്ചിട്ടുണ്ട്, കുരിശിൽ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങേ അനേകരിൽ ഒരുവനായി ഇവനും എണ്ണപ്പെടും, നസ്രായനായ യേശു എണ്ണപ്പെടുമെന്ന്, ഇമ്മാനുവേൽ എണ്ണപ്പെടുമെന്ന് ഈ ദുഷ്ടജനം വിചാരിച്ചിരുന്നു. ശത്രുവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇവൻ ഇങ്ങനെ മരിക്കണം, ഇവൻ ഇപ്രകാരം തകർക്കപ്പെടണം, ഇവനില്ലാതായി തീരണം എന്ന് ദുഷ്ടവിചാരത്തോടെയുള്ള ശത്രുവിൻ്റെ വലിയ ഗണം തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ആ കുരിശിനെ ജീവന്റെ കുരിശാക്കി മാറ്റി. ആ കുരിശ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് പ്രകാശം ചൊരിയുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവം നൽകുന്ന കുരിശായി മാറി. ആ കുരിശ് കർത്താവാണ്, നസ്രായനായ യേശു ക്രിസ്തുവാണെന്ന് ഇന്ന് സഭ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് നാം ആയിരിക്കുന്നിടത്തും പോകുന്നിടത്തും എല്ലായിടത്തും സ്ലീബായാണ് എല്ലാറ്റിനും ഏറ്റവും മുൻപന്തിയിലേക്ക് കടന്നു വരിക. സ്ലീബായാണ് നമ്മൾ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുക. ഭവനത്തിലാണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും കുരിശടികളിലാണെങ്കിലും മറ്റ് ഗ്രോട്ടോ അല്ലെങ്കിൽ കപ്പേളകളിലൊക്കെ നമ്മൾ കാണുന്നത് കുരിശാണ് എല്ലാവരും ആദ്യം കാണുന്നത്. ശേഷമാണ് ആ വിശുദ്ധനെയോ വിശുദ്ധിയെയോ നമ്മൾ വണങ്ങുന്നത്. കുരിശിനെ ആദരിച്ച് ബഹുമാനിച്ച് കുരിശിനെ നോക്കി കുരിശ് വരയ്ക്കുന്ന ആ വലിയ പാരമ്പര്യം സഭ നമുക്ക് നൽകിയത് കർത്താവിനെ നോക്കി യാത്ര ചെയ്യാൻ പഠിപ്പിക്കുക. ഈ കർത്താവ് സഹനമാണ്, വേദനയാണ്, ഭാരമാണ്. എന്നാൽ ഈശോയാകുന്ന കുരിശിനെ വഹിക്കുന്നവന് സ്വന്തം ജീവിതത്തിലെ ഭാരങ്ങളും ക്ലേശങ്ങളും അവൻ അനുദിനം അനുഭവിക്കുന്ന ദുഃഖങ്ങളൊന്നും അവന് ഭാരമല്ലാതാകാൻ വേണ്ടിയാണ് കർത്താവാകുന്ന ഈ ശ്ലീബായെ നമുക്ക് തന്നിരിക്കുക. ഈ ശ്ലീബായെ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ, ഈ ശ്ലീബായെ നമ്മൾ വഹിക്കുന്നില്ലെങ്കിൽ, ഈ ശ്ലീബായിൽ നമ്മൾ നോക്കുന്നില്ലെങ്കിൽ നിന്റെ ഭാരമേറിയ ജീവിതാനുഭവം, തിക്താനുഭവങ്ങൾ, മുറിവുകൾ അതിൻ്റെ വലിയ ആക്കം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ നിന്നെ ഇല്ലാതാക്കും. അതുമാത്രമല്ല, നിന്നെ നിരാശ കൊണ്ട് നീ തകർന്നു പോകും. നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അതിഭീമമായ ആ ഭാരം കൊണ്ട് നീ അലഞ്ഞു മടുക്കും. നീ സ്ലീബായെ നോക്കിയാ ജീവിക്കുന്നെങ്കിൽ, സ്ലീബായാണ് നീ വഹിക്കുന്നതെങ്കിൽ, ഈ സ്ലീബ ക്രിസ്തുവാണ്, കർത്താവാണെന്നുള്ള ബോധ്യം നിനക്ക് വലിയ ആശ്വാസം പകരും. ഈ ആശ്വാസം പകരുന്ന അനുഭവമാണ് പൗലോസ്ലീഹ ഇന്ന് ശപിക്കപ്പെട്ടവന് നൽകപ്പെട്ട ഏറ്റവും വലിയ കുരിശ് രക്ഷയുടെ അടയാളമായി നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന പവിത്രമായ അനുഭവമായി മാറുന്ന രക്ഷയുടെ അടയാളത്തിൻ്റെ സ്ലീബായി മാറ്റപ്പെടുക. അതുകൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ 21-ാം അധ്യായത്തിൽ 5 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളോട് കാണുന്നത് ഇത് തന്നെയാണ്. വലിയ അസ്വസ്ഥതകളുണ്ടാവും, നിന്റെ ഭവനത്തിൽ സമാധാനക്കേടുണ്ടാവും, ശത്രുവിൻ്റെ തലയുയർത്തുന്ന സാഹചര്യങ്ങളുണ്ടാവും, ഒരിക്കലും പ്രവചിക്കാത്ത വിധത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായെന്ന് വരും. അവിടെയെല്ലാം അതിൻ്റെ മധ്യേ സ്ലീബായെ മുറുകെ പിടിക്കാനുള്ള ആത്മബലം, ആ സഹനത്തെ മുറുകെ പിടിക്കാനുള്ള ആ ആത്മീയമായ ഒരുക്കം നിനക്കുണ്ടാകണം. സ്ലീബായെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഭവനത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമുണ്ടല്ലോ, ആ മാനസികമായ മുറിവ്, അല്ലെങ്കിൽ നിന്നെ തകർക്കുന്നതായ ആന്തരികമായ ആ വലിയ അസ്വസ്ഥത, അവയൊന്ന് മുറുകെ പിടിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിന്റെ ഭവനത്തിലൂടെ നീ അനുഭവിച്ച സാമ്പത്തിക ക്ലേശമാകട്ടെ, രോഗാവസ്ഥയാകട്ടെ, അല്ലെങ്കിൽ ദാരിദ്ര്യമാകട്ടെ, നിന്റെ മനസ്സിനെ അത്യധികമായി പിടിച്ചു കുലിക്കുക, ഈ ദിവസങ്ങളിലെ നിന്റെ ജീവിത അനുഭവമാകട്ടെ, എന്തുമാകട്ടെ, അതാണ് സ്ലീബ എന്ന് നീ ബോധ്യപ്പെടുക. അതാണ് രക്ഷയുടെ കുരിശെന്ന് നീ തിരിച്ചറിയുക. ആ രക്ഷയുടെ കുരിശിനെ നീ മുറുകെ പിടിച്ചാൽ നീ അതിൽ അനുഗ്രഹം കാണും. അത് നിനക്ക് അനുഗ്രഹമായി മാറും. കാരണം അതിനെ നീ
കാണിക്കുന്ന ആ സംയമനം, ആ കുരിശ് വഹിക്കാൻ നീ കാണിക്കുന്ന ആ ഉത്സാഹം, അതിനോട് നീ കാണിക്കുന്ന ആ ശാന്തമായ എളിമയുടെ മനോഭാവം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റാർക്കും തകർക്കാനാവാത്ത രക്ഷയുടെ സ്ലീപായി നീ സ്ഥാപിച്ചു എന്ന, അതായത് കർത്താവേശുമിശിഹായെ നീ പുലുകി, കർത്താവേശുമിശിഹായെ നീ പ്രണമിച്ചു, കർത്താവേശുമിശിഹായെ നീ ചുംബിച്ചു എന്നതിന് തുല്യമാണ് നിന്റെ ജീവിതാനുഭവങ്ങളോട് നീ ചേർന്ന് നിന്ന് കർത്താവിനെ നിന്റെ ആ കഷ്ടപ്പാടുകളിൽ കാണുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് സ്ലീബാ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കർത്താവേശുമിശിഹായുടെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഏത് ഭാരത്തെയും, ഏത് പ്രതിസന്ധിയെയും, ഏത് മനസ്സിനെ മുറിപ്പെടുത്തുന്ന സാഹചര്യത്തെയും ക്ഷമയോടെ കാത്തിരുന്ന് ഉൾക്കൊള്ളാനുള്ള ആ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ശക്തി നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഇന്ന് ഈ ബലിയിൽ ഓർക്കാം. നമ്മുടെ ഇടവകയിൽ എല്ലാ ഭവനങ്ങളെയും ഓർക്കാം. ഏതെല്ലാം ഭവനങ്ങളിലാണോ ശത്രുവിൻ്റെ പിടിയുടെ ആ കരാളഹസ്തങ്ങളിൽ പെട്ട് നിൽക്കുന്ന കുടുംബങ്ങൾ, ഏതെല്ലാം കുടുംബങ്ങളിലാണോ മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്നത്, ഏതെല്ലാം കുടുംബങ്ങളിലാണോ പൊരുത്തക്കേടുകളുള്ളത്, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, സങ്കീർണമായ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നത്, ആ കുടുംബങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഈ അൾത്താരയ്ക്ക് മുമ്പിലേക്ക്, ത്രോണോസിന് മുമ്പിലേക്ക് കൊണ്ടുവരാം. കർത്താവിൻ്റെ സ്ലീബായിലേക്ക് നോക്കാനുള്ള ആത്മബലം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ബലഹീനങ്ങളും പാപികളുമായ ഞങ്ങൾ ഇതാ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ അടയാളമായ സ്ലീബ ഞങ്ങളെ എന്നും ശക്തിപ്പെടുത്തുന്ന അനുഗ്രഹത്തിന് സ്ലീബയാക്കി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവ് യേശുമിശിഹായാക്കി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് പൂർത്തിയാക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.